കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ അജ്മലിനെ തള്ളി ഡോക്ടർ ശ്രീകുട്ടി കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കുഞ്ഞുമോൾ കാറിനടിയിലുണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഡോക്ടർ ശ്രീകുട്ടി കാർ കയറ്റിയിറക്കാൻ പറഞ്ഞു എന്നത് അജ്മലിന് രക്ഷപ്പെടാനുള്ള തന്ത്രം. ഇതിന്റെ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ ഡോക്ടർ ശ്രീകുട്ടി പറയുന്നതനുസരിച്ച് എന്താണ് നിലവിൽ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അജ്മൽ പറഞ്ഞതും ശ്രീകുട്ടി പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിറയെ വൈരുദ്ധ്യങ്ങളാണല്ലോ ഉള്ളത്. ഇത് ഈ പരസ്പരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കി തന്ത്രപരമായി രക്ഷപ്പെടാനുള്ള നീക്കമായി മാത്രമേ ഇതിനെ നിയമവൃത്തങ്ങൾ കാണുന്നുള്ളൂ. കാര്യം ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ അത് ഇന്നലെ കോടതിയിൽ കസ്റ്റഡി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അവിടെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഡോക്ടർ എന്ന് വിളിക്കാൻ ഇവർ അർഹയല്ല. ഒരു ജീവൻ രക്ഷപ്പെടുത്തേണ്ട ഒരു ഡോക്ടർ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വാഹനം എടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു പ്രോസിക്യൂഷൻ വാദം അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് 2 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തത്. അതേസമയം തന്നെ ഇപ്പോൾ ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്ന ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. അതിൽ ഇവർ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അജ്മൽ നിർബന്ധിച്ച് തന്നെ കൊണ്ട് ലഹരി കഴിപ്പിച്ചു, 6 മാസത്തിനിടെ 20 ലക്ഷത്തോളം രൂപ കരസ്ഥമാക്കി, സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി. അത് തിരികെ വാങ്ങാനുള്ള അജ്മൽ നിന്നത് വേറെ ബന്ധമുണ്ടെന്ന കാര്യം അജ്മൽ മറച്ചുവെച്ചു. 8ഓളം മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് താൻ അറിഞ്ഞു. തന്റെ പണം സ്വന്തമാക്കിയായിരുന്നു അജ്മലിന്റെ ലക്ഷ്യം. സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞാണ് തന്നെ കൊണ്ടുപോയത്. അതിനുശേഷം നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രീകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഇന്നിപ്പോ രാവിലെ ശ്രീകുട്ടിയുമായി പോലീസ് ഈ പറയരുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വെച്ച് മദ്യം കഴിച്ചു എന്നുള്ളതാണ് ഇവരുടെ മൊഴികൾ. ആ ഒരു മൊഴിയിൽ വൈരുദ്ധ്യമില്ല. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതിന് ഇവരുടെ മൊഴികൾ തന്നെ ധാരാളം. ഇനി അതുകൂടാതെ ശാസ്ത്രീയ പരിശോധന നടത്താൻ പോലീസ് അതിൽ ബ്ലഡ് സാമ്പിളും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പരിശോധന ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. ഇതാണ് നിലവിൽ ഇതിലെ സ്ഥിതി. ശരി, കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ ഇപ്പോൾ അജ്മലിനെ തള്ളി കൂടെയുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി പ്രതികരിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. എന്തായാലും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. രണ്ടുപേരും പറഞ്ഞതിലൂടെ അക്കാര്യത്തിൽ ഏതാണ്ട് വ്യക്തതയുണ്ട്. ഇനി കൂടുതൽ നടപടികളിലേക്കും പരിശോധനകളിലേക്കും അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്.